വറഹ്മത്തുള്ളാഹി. തളിപ്പറമ്പ് അൽ അസ്ഹർ മാധ്യമത്തിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സുഫിയാൻ തില്ലങ്കേരി. പ്രധാന വാർത്തകൾ. തളിപ്പറമ്പിനെ പുളകം കൊള്ളിച്ച് നബിദിന ഘോഷയാത്ര. തളിപ്പറമ്പ് മന്ന സുന്നി നഗറിൽ മസ്ജിദുൽ ഹുദയിലാണ് വിശ്വാസികൾക്ക് ആനന്ദമേകുന്ന ഘോഷയാത്ര നടന്നത്. റബീഉൽ അവൽ 12ന്റെ സ്മരണയിലാണ് ആഘോഷം. നബിദിനത്തെ വരവേറ്റ് കൊണ്ടുള്ള ആഘോഷയാത്ര ആയതിനാൽ തന്നെ ഒട്ടനവധി വിശ്വാസികളാണ് ഘോഷയാത്രയിൽ ഭാഗമായത്. പ്രവാചക ചരിത്രം ഉൾക്കൊണ്ട് സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രവാചകരാവാൻ വിവിധ നാടുകളിൽ നിന്നും വിശ്വാസികൾ ഒഴുകിയെത്തി. ദർസ് വിദ്യാർത്ഥികളും മദ്രസ വിദ്യാർത്ഥികളും യുവാക്കളും നാട്ടുകാരും മറ്റു മതപണ്ഡിതന്മാരുമൊക്കെ ഒത്തുചേർന്നതിനാൽ ഘോഷയാത്ര വിപുലമായി. ദഫുകളും സ്കൗട്ടുകളും മറ്റു നബി കീർത്തനങ്ങളും ഘോഷയാത്രയെ ഹരം കൊള്ളിച്ചു. കൃത്യം 8:30 അൽഹുദ മസ്ജിദിന്റെ അങ്കണത്തിൽ നിന്നും തുടങ്ങി സെയ്ദ് നഗർ, മന്ന, കപ്പാലം, കാക്കത്തോട് ബസ് സ്റ്റാൻഡ് വഴി തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലൂടെ മാർക്കറ്റിലെത്തിയ ഘോഷയാത്ര മാർക്കറ്റിൽ നിന്നും ജുമാഅത്ത് പള്ളി വഴി ഹുദ പള്ളിയിൽ തിരിച്ചെത്തി. ഘോഷയാത്രയിലുടനീളം വളരെ നല്ല സ്വീകരണമാണ് ലഭിച്ചത് എന്ന് അൽഹുദ ദർസ് വിദ്യാർത്ഥികൾ അറിയിച്ചു. ജുമാഅത്ത് പള്ളിയുടെ പള്ളിക്കാട്ടിൽ അന്തിയുറങ്ങുന്നവരെ സ്മരിക്കാനും വിശ്വാസികൾ മറന്നില്ല. അൽഹുദ ട്രസ്റ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സയ്യിദ് ഇസ്മായിൽ കോയ പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ചു. ഡോക്ടർ മുഹമ്മദ് ഷാഫി അൽ അസ്ഹരി അവരുകളാണ് ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. മസ്ജിദുൽ ഹാദി ഖത്തീബ് അഫ്ലലമാനി ആശംസാ പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KP അബ്ദുൽ ജബ്ബാർ ഹാജി, ഉവൈസ് അമാനി, ജുനൈദ് ഫാലിലി, അബ്ദുൾ റഷീദ് സഖാഫി, അബൂബക്കർ മുസ്ലിയാർ തുടങ്ങി പ്രമുഖ പണ്ഡിതന്മാരും മറ്റു നേതാക്കളും റാലിയിൽ സംബന്ധിച്ചു. KK അഷ്റഫ് സുന്നി നഗർ നന്ദി അറിയിച്ചു. വാർത്തകൾ അവസാനിച്ചു. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.